കമ്മീഷണർ സിനിമയിൽ ഒരു കേന്ദ്രമന്ത്രിയോടാണ് താങ്കൾ ഈ മുഖം ആ ഒരു ഡയലോഗ് വരുന്നത്. എന്നിട്ട് താങ്കളാണ് ആ റോൾ റിവേഴ്സിലാണ്. ഇപ്പോ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം വന്നാ പോലീസുകാരനോട് ഞാൻ ചോദിക്കേണ്ടി വരും. അതിപ്പോ ചോദിച്ചില്ലേ പൂരപ്പറമ്പില് അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞതൊന്നുമല്ല കേട്ടോ. അദ്ദേഹത്തിന് അത് പറ്റിയൊരു അബദ്ധമായിരിക്കാം, ചെറുപ്പമല്ലേ വരും. ബട്ട് ഹി വിൽ ലേൺ ഫ്രം ദാറ്റ്. ഞാൻ അവിടെയും ചോദിച്ചത്, ഈ പൂരം ജനങ്ങളില്ലെങ്കിൽ പൂരം ഇല്ല. ആ ജനത്തിനെ എന്തിനു തല്ലിയെന്നാണ് ഞാൻ ചോദിച്ചത്. അവരക്രമാസക്തരാവില്ല. പൂരപ്പറമ്പിൽ വരുന്ന ചെറിയ ഉത്സവപ്പറമ്പിൽ വരെ ഓടിച്ചിട്ടടിയും സോഡാ കുപ്പി എറിഞ്ഞ് പൊട്ടിക്കുകയും എല്ലാം ഉണ്ടാവും. പൂരപ്പറമ്പിലത് ഉണ്ടാകത്തില്ല. സൗഹൃദത്തിൻ്റെ പൂരമാണത്. അവന് വെടിക്കെട്ട് കാണുക, അവനെ റോഡ് വിട്ട് ഒരു ബൈ റോഡ്സിലേക്ക് കെട്ടി നിർത്തി അവൻ്റെ മുമ്പിൽ അവന് കണ്ണ് കാണാൻ പറ്റാത്ത തരത്തിൽ ബാരിക്കേഡ് വെച്ച് ഈ തുക്കടി സാഹിബന്മാർ മുഴുവൻ സ്വൈര വിഹാരം അതിനകത്തോട്. ഞാൻ ചെന്നാൽ എന്നെ ഞാൻ ഉദിക്കും MP ആണെങ്കിൽ. അവൻ്റെ ഒരു മനോവേദന ആലോചിച്ചിട്ടുണ്ടോ? അവനെയാണ് അടിച്ചിറക്കി ആ ബാരിക്കേഡിന് അപ്പുറത്താക്കുന്നത്. ഞാൻ ആരാ അത് ചെയ്യാൻ എന്ന് കാക്കിയിട്ടവും വിചാരിക്കണ്ടേ? അവനോട് നിർദ്ദേശിക്കുന്നവൻ തീരുമാനിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യലിസം ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സോഷ്യലിസമാണ്. രാഷ്ട്രീയത്തിന് എന്താണ് ചങ്ങലകിട്ട് വെക്കാവുന്ന സോഷ്യലിസം അല്ല. അയ്യോ, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഇല്ല. അദ്ദേഹം പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നായിപ്പോയി. എനിക്ക് പക്ഷേ ആഗ്രഹമായിരുന്നു അടുത്ത വർഷം. ഞാനിപ്പം പെസോയായിട്ട് പീയൂഷ് ഗോയൽ ജി സംസാരിച്ച് അവരെന്നെ കാണാൻ വരുന്നുണ്ട്. ഈ സെഷന് ചെല്ലുമ്പോൾ അവരൊരു ദിവസത്തെ പാർലമെൻറ്റ് കഴിഞ്ഞുള്ള 3 മണിക്കൂർ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജനങ്ങളിൽ ഇപ്പോൾ റിംഗ് റോഡിന് വെളിയിലുള്ള ബൈ റോഡിൻ്റെ മൗത്തിലാണ് ബാരിക്കേഡ് വെച്ചിട്ട് അവരെ നിർത്തുന്നത്. ഭയങ്കര അനീതിയാണ്. അവരെ ഒന്ന് ഈ റിംഗ് റോഡിൻ്റെ സെൻറ്ററിൽ കോൺ വെച്ചിട്ട്, അല്ലെങ്കിൽ നെഞ്ച് പൊക്കത്തിന് ബാരിക്കേഡ് വെച്ചിട്ട് അവരെ ആ റിംഗ് റോഡിൻ്റെ ഔട്ടർ ഹാഫിൽ ചുറ്റും നിർത്തി അവരെ ഇത് കാണിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്നിക്കലി അത് പോസിബിൾ ആവണമെങ്കിൽ ഈ ഫയർ വർക്സിൻ്റെ പ്ലേ ഏരിയയിൽ ഫയർ പ്ലേ ആണത്. അപ്പോൾ ആ പ്ലേ ഏരിയയിൽ അതിനുള്ള ഫയറിൻ്റെ കൺവീനിയൻസ് നമ്മൾ കൊടുക്കണം. അതിൻ്റെ ഡേഞ്ചർ സിറ്റുവേഷൻ മാർക്സ് നമ്മൾ സ്ട്രോങ് ആക്കി വെക്കണം, സേഫ്റ്റി ഇഷ്യൂസ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് ചുറ്റും ഒരു റെഡ് പൈപ്പ് പോകുന്നുണ്ട്, വാട്ടർ ഡിസ്പെൻസർ. ഇതിനെയും കൂടി ആയുധമാക്കി വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു റോഡിൻ്റെ പകുതി, ആ റിംഗ് റോഡിൻ്റെ പകുതി വെക്കേറ്റ് ചെയ്യിച്ച് അവിടെ ഒരു കളക്ടർ നിൽക്കാൻ പാടില്ല, ഒരു പോലീസുകാരന് നിൽക്കാൻ പാടില്ല. കോൺ വെച്ച് ജനങ്ങളെ അതിനപ്പുറത്ത് നിർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. പോലീസൊക്കെ നിൽക്കാം, പക്ഷേ അതിനൊരു മര്യാദ വേണം. ഞങ്ങൾ നടത്തുന്ന വെടിക്കെട്ട് എന്ന് പറയുന്ന ധ്വനി ഭരണത്തിന് വരരുത്. ജനങ്ങളുടെ പണം കൊണ്ട് തന്നെ നടത്തുന്നതാണ്. ഇതുകൊണ്ട് ഒരുപാട് എക്കോണമി ഉണ്ട് അവിടെ. 10-40 ദിവസം പലരും കച്ചവടം പൊട്ടിപൂരമാണ് അല്ലേ? ഇതൊന്നും വേണ്ടെന്ന് വെച്ചാൽ കുടമാറ്റമില്ല ഈ വർഷം എന്ന് ദേവസ്വങ്ങൾ തീരുമാനിച്ചാൽ 2 ദിവസം തീരുമാനിച്ചാൽ മതി. എന്തു ചെയ്യും? എന്തിൻ്റെ പേരിൽ നിങ്ങൾ കച്ചവടം നടത്തും? എന്തിൻ്റെ പേരിൽ നിങ്ങൾ പ്രിന്റ് മീഡിയയിൽ എന്ത് പ്രിന്റ് ചെയ്യും? അതാ പറഞ്ഞത്. അപ്പം അത് അതെ, അതിന് അമെൻമെന്റ് വന്നില്ലേ? അത് നിങ്ങളുടെ സർക്കാരിനോട് പറ. അവിടെ അമെൻമെന്റ് വന്നു. അവിടെ സോൻപൂർ മേള നടക്കാൻ പോകുന്നു, അസമിൽ നടക്കാൻ പോകുന്നു. അവിടുന്ന് ആൾക്കാർ ആനയെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബോർഡറിൽ നിൽക്കും. NOC കൊടുക്കേണ്ടി വരും. അതേ റവന്യൂ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാം. ഡു ഇറ്റ്. പക്ഷെ ഒരു കാര്യം അതിൻ്റെ കൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു ആനയുടെ പുറത്തൊരു പിന്നിൻ്റെ മുറിവ് പോലും ഉണ്ടാവാൻ പാടില്ല. അത് സൃഷ്ടിക്കുന്നവന് തൂക്കിലേറ്റുന്നതിനുള്ള നിയമം സൃഷ്ടി ഉണ്ടാവണം. ഈ ഗുണമാറ്റം ഉൾപ്പെടെയുള്ളത് ഈ രീതിയിൽ കാണാൻ കഴിയാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും.
ഉണ്ടാവും. ഇത് ഒരു കോസ്മിക് ലോ എന്ന് പറയുന്ന ഒന്നുണ്ട്. ശബരിമലയ്ക്ക് 2017 ശേഷം എന്തെങ്കിലും സംഭവിച്ചോ? നടക്കുന്നില്ലേ? പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭക്തർ വരുന്നില്ലേ? പക്ഷേ ശബരിമലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇല്ലല്ലോ, നമ്മുടെ സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. എന്നാൽ അങ്ങേ പോലെ ഒരു പത്രക്കാരനത് ചോദിക്കാനേ പാടില്ല. നിങ്ങൾ നോക്കൂ, എൻ്റെ പെർമിയബിലിറ്റി എത്രയാണ്, എന്താണ്, എവിടെയൊക്കെയാണ്. പെർമിയബിലിറ്റി ഈസ് ദർ. യു ഹാവ് ടു റെസ്പെക്ട് കോഓപ്പറേറ്റീവ് ഫെഡറലിസം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ തിരിച്ചും ചോദിക്കുക.